ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ 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 ഈശോയേ. ശാന്തമായിട്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിച്ച് ആരോടെങ്കിലും അച്ഛൻ അനുവാദം തന്നിട്ടുള്ളവരാരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ കണ്ണും കാതും കൈയും കാലും ഹൃദയവും അധരവും ചിന്തയും അമ്മയുടെ കണ്ണുകൾ എപ്രകാരമുള്ളതായിരുന്നു? അമ്മയുടെ കണ്ണുകൾ കൊണ്ട് അമ്മ എന്താണ് കണ്ടത്? അമ്മയുടെ കണ്ണുകൾ ധ്യാനിക്കണം. കണ്ണുകളെക്കുറിച്ച് ധ്യാനിക്കാം. അമ്മ കണ്ടത് ആരെയാണ്? ഈശോയെ കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. അവൻ പിറന്നു വീണതും അവൻ വളർന്നതും കണ്ട കണ്ണുകൾ. അവൻ വചനം പ്രഘോഷിച്ചത് കണ്ട കണ്ണുകൾ. അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ട കണ്ണുകൾ. അവൻ നിന്ദിക്കപ്പെടുന്നത് കണ്ട കണ്ണുകൾ. അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ട കണ്ണുകൾ. അവൻ ജോലി ചെയ്യുന്നത് കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. ഈശോ കുരിശ് വഹിക്കുന്നത് കണ്ട കണ്ണുകൾ. ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. അവൻ മരിച്ചടക്കപ്പെടുന്നത് കണ്ട കണ്ണുകൾ. പരിശുദ്ധ അമ്മയുടെ കണ്ണുകൾ ക്രിസ്തുവിനെ കണ്ട, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. ഉറക്കെ വിളിക്കാം, ഈശോയേ, അമ്മേ. അമ്മയുടെ കണ്ണുകൾ. അതുപോലെ അമ്മയുടെ കണ്ണുകൾ ആവശ്യക്കാരനെ കണ്ട കണ്ണുകളാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം തീർന്നു പോയത് കണ്ട കണ്ണുകളാണ്. കുരിശിന്റെ ചുവട്ടിൽ ഇതാ ശിഷ്യനെ തനിക്ക് മകനായി ഏൽപ്പിച്ചു തരുന്ന യോഹന്നാനെ കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് അടയാളങ്ങളിലൂടെ തീനാവുകളായി ഇറങ്ങി വരുന്നത് കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. അമ്മയുടെ കണ്ണുകളെ ധ്യാനിക്കണം. നമ്മുടെ കണ്ണുകൾ അമ്മയുടെ കണ്ണുകളെ പോലെ ആയിത്തീരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മാലാഖയെ കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. സ്വർഗത്തിൻ്റെ ദൂതുമായി വന്ന മാലാഖയെ കണ്ട കണ്ണുകൾ. കുഞ്ഞിനെ കാണാൻ വന്ന ദരിദ്രരായ ഇടയരെ കണ്ട കണ്ണുകളാണ് അമ്മയുടെ കണ്ണുകൾ. ഔസേപ്പിതാവിനെ കണ്ട കണ്ണുകൾ. പ്രിയപ്പെട്ടവരെ, മരിയാനുകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ അമ്മയുടെ കണ്ണുകൾ പോലെ വിശുദ്ധിയുള്ള കണ്ണുകളായി തീരട്ടെ എന്ന് ആഗ്രഹിക്കാം. വലിയ അളവിൽ കണ്ണിൻ്റെ വിശുദ്ധി എളുപ്പത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളെ നമ്മൾ ധ്യാനിക്കുന്നത്.
അമ്മയുടെ കാതുകൾ. അമ്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതാ മാലാഖയെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കാതുകൾ. അതായത് സ്വർഗത്തിന്റെ ദൂത് കേൾക്കാൻ തുറക്കപ്പെട്ടതാണ് അമ്മയുടെ കാതുകൾ. അമ്മയുടെ കാതുകൾ ഈശോയുടെ ചോദ്യങ്ങൾ കേൾക്കാൻ തുറക്കപ്പെട്ട കാതുകളാണ്. ഈശോ പറയുന്ന ആദ്യത്തെ സുവിശേഷത്തിൽ ഈശോ മിണ്ടിത്തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഈശോയുടെ ചോദ്യം കേട്ട കാതുകളാണ് അമ്മയുടെ കാതുകൾ. കുരിശിന്റെ ചുവട്ടിൽ ഈശോ ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ക്രൂശിതന്റെ സ്വരം കേട്ട കാതുകൾ. അമ്മേ എന്ന വിളി പുത്രനിൽ നിന്ന് കേട്ട കാതുകൾ. അമ്മേ എന്ന് വിളി ഭൂമിയിൽ ദൈവപുത്രൻ വിളിക്കുന്നത് കേൾക്കാൻ ഭാഗ്യമുണ്ടായ കാതുകൾ. നിന്റെ കാതുകൾ എപ്രകാരം എത്രമാത്രം ഭാഗ്യമുള്ള കാതുകളാണ്. നീ ആരെയാണ് കേൾക്കുന്നത്? നീ എന്താണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്? മറിയം കേട്ടതുപോലെ ദൈവത്തിൻ്റെ ദൂതാണോ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വിളിയാണോ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈശോയുടെ ചോദ്യങ്ങളാണോ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്? കാതുകൾ അമ്മയുടെ കാതുകളെ പോലെയാകട്ടെ. അമ്മയുടെ ഹൃദയം ഇതാ അവൾ കണ്ടതും കേട്ടതും ദൈവത്തിൽ നിന്ന് കണ്ടതും ദൈവത്തിൽ നിന്ന് കേട്ടതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മനുഷ്യർ പറഞ്ഞിട്ടുണ്ടാകണം, ഇവൾ ഗർഭിണിയായിരിക്കുന്നത് വ്യഭിചാരത്തിന് പോയിട്ടാണ്, വേശ്യാപ്പണി ചെയ്തിട്ടാണ്, ഇവൾ വഞ്ചിച്ചിട്ടാണ്, ഇവൾ അവിശ്വസ്തയായിട്ടാണ് ഇവൾ ഗർഭിണിയായിരിക്കുന്നതെന്ന് ലോകം തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാകണം. അവൾ ഹൃദയത്തിൽ ധ്യാനിച്ചത്, സൂക്ഷിച്ചത് ലോകത്തിൻ്റെ വാക്കുകളല്ല, ലോകത്തിൽ നിന്ന് കണ്ടതും ലോകത്തിൽ നിന്ന് കേട്ടതുമല്ല, ദൈവത്തിൽ നിന്ന് കണ്ടതും കേട്ടതും ഹൃദയത്തിൽ ധ്യാനിച്ചു. ദൈവത്തെ ധ്യാനിക്കുന്ന ഹൃദയമുണ്ടായി അവൾക്ക്. ഈശോ ചോദിച്ചത്, ഈശോ പ്രവർത്തിച്ചത്, ഈശോയുമായി ബന്ധപ്പെട്ടത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നീ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് ആരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്? ആര് പറയുന്നതാണ്? ആര് പ്രവർത്തിക്കുന്നതാണ് നീ ഹൃദയത്തിൽ ഇങ്ങനെ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ അത് കൂപ്പിയ കരങ്ങളാണ്. കൂപ്പിയ കരങ്ങളോടുകൂടെ അവൾ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ ദാസി. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ശുശ്രൂഷയുടെ കരങ്ങളാണ്. ആ കരങ്ങൾ നീട്ടി അവൾ എലിസബത്തിനെ ശുശ്രൂഷിച്ചു. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഉണ്ണിയേശുവിനെ വഹിച്ച കരങ്ങളാണ്. അമ്മയുടെ കരങ്ങൾ ഈശോയെ ഇതാ ഔസേപ്പ് പിതാവിന് കൈമാറിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ കാണാൻ വന്ന ആട്ടിടയർക്ക് കൈമാറിയിട്ടുണ്ട്. ഉണ്ണിയേശുവിനെ കരം പിടിച്ച് നടത്തിയിട്ടുണ്ട്. ഈശോയെ കൈപിടിച്ച് നടത്തിയ കരങ്ങളാണ് ഈശോ അമ്മയുടെ കരങ്ങൾ. കൊച്ചു തെരേസ ഇങ്ങനെ പറയും, എനിക്കൊരു പുരോഹിതനാകണം. കാരണം പരിശുദ്ധ അമ്മ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകിയതുപോലെ തിരുവോസ്തിയായ ഈശോയെ ഓരോരുത്തരുടെയും അധരങ്ങളിലേക്ക്, കൈവെള്ളകളിലേക്ക് മാതൃവാത്സല്യത്തോടെ എടുത്തു വയ്ക്കാൻ എനിക്കൊരു പുരോഹിതനാകണം. അമ്മയുടെ കരങ്ങൾ ശുശ്രൂഷയുടെ കരങ്ങളാണ്, പ്രാർത്ഥനയുടെ കരങ്ങളാണ്. ഒടുവിൽ അമ്മയുടെ കരങ്ങൾ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ കരമാണ്. കുരിശിൽ നിന്നെടുത്ത ഈശോയെ അവൾ തൻ്റെ കരങ്ങളിൽ വഹിച്ച് പിതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലേ? അവളുടെ കരങ്ങൾ ഉണ്ണിയേശുവിനെ മാത്രമല്ല വഹിച്ചത്, ജീവനുള്ള ഈശോയെ മാത്രം വഹിച്ച കരമല്ലത്, മരിച്ച് മരവിച്ച, ചേതനയേറ്റ, മുറിവേറ്റ,
തകർന്ന് തരിപ്പണമായ പിച്ചി ചീന്തപ്പെട്ട ഈശോയുടെ ശരീരം വഹിച്ച കരമാണ് അമ്മയുടെ കരം. അമ്മയുടെ കാലുകൾ ഇതാ അത് ഓടിയ കാലുകളാണ്. ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എലിസബത്ത് 6-ാം മാസത്തിലായിരിക്കുന്നു. അവൾക്ക് പ്രസവ ശുശ്രൂഷ ആവശ്യമാണെന്നറിഞ്ഞ് അവളുടെ അടുത്തേക്ക് മലഞ്ചെരുവിലൂടെ ഓടിയ ശുശ്രൂഷയ്ക്ക് തിടുക്കം കൂട്ടുന്ന കാലുകൾ. അത് സേവനത്തിൻ്റെ കാലുകളാണ്, അതനുസരണത്തിൻ്റെ കാലുകളാണ്. യോസേപ്പ് പിതാവിൻ്റെ കൂടെ പേരെഴുതിക്കാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ അവളിതാ യോസേപ്പ് പിതാവിനോടൊപ്പം യാത്ര ചെയ്യുന്ന അനുസരണത്തിൻ്റെ കാലുകൾ. ഉണ്ണിയേശുവിനെ നഷ്ടപ്പെടുമ്പോൾ, ബാലനായ യേശുവിനെ നഷ്ടപ്പെടുമ്പോൾ, നഷ്ടപ്പെട്ട യേശുവിനെ അന്വേഷിച്ച് നടക്കുന്ന കാലുകൾ. അമ്മയുടെ കാലുകൾ കുരിശിന്റെ വഴിയിലൂടെ നടന്ന കാലുകളാണ്. അമ്മയുടെ കാലുകൾ ഇതാ ഈശോയിലേക്ക് ഓടിയെടുത്ത കാലുകളാണ്. കാനായിലെ കല്യാണ വീട്ടിൽ കുറവുണ്ടായപ്പോൾ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി അവൾ ഓടിയത് തൻ്റെ തിരുക്കുമാരൻ്റെ അടുത്തേക്കാണ്. നിന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ നിന്റെ കാലുകൾ എങ്ങോട്ടോടും? അമ്മയുടെ കാലുകൾ പ്രാർത്ഥനയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച കാലുകളാണ്. സഹനത്തിൻ്റെ പാതകളിലൂടെ സഞ്ചരിച്ച കാലുകളാണ്. അമ്മയുടെ കാലുകൾ കുരിശിൻ്റെ ചുവട്ടിൽ തളരാത്ത ബലമുള്ള കാലുകളാണ്. കുരിശിൻ്റെ ചുവട്ടിൽ അവൾ കിടന്ന് ഉരുണ്ട് വാവിട്ട് നിലവിളിക്കുകയായിരുന്നില്ല. അവൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു, തളരാതെ. പരിശുദ്ധ അമ്മയുടെ അധരം സ്തുതിഗീതത്തിൻ്റെ അധരമാണ്. പരിശുദ്ധ അമ്മയുടെ അധരം പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ അധരമാണ്. അവൾ ആലപിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് എൻ്റെ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. വിട്ടുപോയതൊരെണ്ണം കൂടെ പറയട്ടെ. പരിശുദ്ധ അമ്മയുടെ കാലുകൾ നൃത്തം ചവിട്ടിയ കാലുകളാണ്. ദൈവാരാധനയുടെ നൃത്തം ചവിട്ടിയ കാലുകൾ. പരിശുദ്ധ അമ്മയുടെ അധരം ദൈവസ്തുതികൾ ആലപിച്ച അധരമാണ്. ആ അഭിവാദനം ചെയ്ത അനുഗ്രഹിച്ച അധരമാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അപ്രകാരം മറ്റൊരാൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന വിധം അനുഗ്രഹത്തിന്റെ വചനം അവൾ പറഞ്ഞിട്ടുണ്ടാകണം. നിന്റെ അധരങ്ങൾ അനുഗ്രഹിക്കുന്ന അധരമാണോ, ശപിക്കുന്ന, വേദനിപ്പിക്കുന്ന, ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന അധരമാണോ? കണ്ണുകളടക്കാം. അമ്മയെപ്പോലെ കണ്ണുകൾ, അമ്മയുടെ കണ്ണുകളെപ്പോലെ എൻ്റെ കണ്ണുകൾ കർത്താവിനെ കാണുന്ന കണ്ണുകളാകട്ടെ. എൻ്റെ കരങ്ങളും എൻ്റെ കാലുകളും എൻ്റെ ഹൃദയവും അമ്മയുടെ കരങ്ങളും കാലുകളും ഹൃദയവും പോലെയാകട്ടെ. എൻ്റെ അധരം അമ്മയുടെ അധരം പോലെയാകട്ടെ. മുട്ടുകുത്താം. പരിശുദ്ധ അമ്മ എത്രമാത്രം വിശുദ്ധിയോടുകൂടെ ഈശോയെ കണ്ടുവോ, അതിനടുത്തൊരു വിശുദ്ധിയോടുകൂടെ ഈശോയെ കാണാൻ ആഗ്രഹിച്ച ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. പരിശുദ്ധമ്മ എത്രമാത്രം ദാഹത്തോടുകൂടെ ഈശോയുടെ വചനങ്ങൾ കേൾക്കാൻ അവൻ്റെ അടുക്കലേക്ക് ചെന്നുവോ, അത്രമാത്രം ദാഹത്തോടുകൂടെ അവൻ നമ്മുടെ ആത്മാവിൽ മന്ത്രിക്കുന്നത് കേൾക്കാൻ ഹൃദയത്തിൻ്റെ കർണപുടങ്ങൾ തുറക്കാം. അവനു വേണ്ടി നമ്മുടെ പാദങ്ങൾ ഒരുക്കി വയ്ക്കാം. അവനു വേണ്ടി നമ്മുടെ കരങ്ങളും ഹൃദയവും ഒരുക്കാം. നമ്മുടെ ചിന്തയെ നൽകാം. കരങ്ങൾ ഉയർത്തി പരിശുദ്ധ അമ്മ വിളിച്ച അതേ മാതൃവാത്സല്യത്തോടുകൂടി ഈശോയെ എന്ന് വിളിച്ച്, യേശുനാമം വലിയ അഭിഷേകത്തോടെ ശക്തിയോടെ വിളിച്ച്
ബന്ധിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ ഇതാ നമ്മുടെ ബന്ധനങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നു എന്ന ബോധ്യത്തോടുകൂടെ യേശുനാമം വിളിക്കുകയും ബന്ധിതനാം ഈശോ എന്ന ഗാനം ആലപിക്കുകയും ദിവ്യകാരുണ്യം ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ഈശോയേ 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 ബന്ധിതനാമീശോ ബന്ധിതനാമീശോ നിൻ ബന്ധനങ്ങളാലെൻ്റെ ബന്ധനമഴിയുന്നല്ലോ. നീ ചിന്തിയ ചോരയും നീ ചൂടിയ മുൾമുടിയും എൻ പാപപരിഹാര വിലയല്ലേ, എൻ പാപപരിഹാര വിലയല്ലേ. നീ വഹിച്ച കുരിശും നീയേറ്റ നിന്ദനവും എൻ പാപപരിഹാര വിലയല്ലേ, എൻ പാപപരിഹാര വിലയല്ലേ. ബന്ധിതനാമീശോ ബന്ധിതനാമീശോ നിൻ ബന്ധനങ്ങളാലെൻ്റെ ബന്ധനമഴിയുന്നല്ലോ. സാധിക്കുന്നവരൊക്കെ ശിരസ്സ് തറയിൽ മുട്ടിച്ച്